Hello. Magic morning to all. Magic morning. Magic morning. Magic morning. Magic morning. Magic Magic morning. morning. Magic morning. മെഡിറ്റേഷനൊക്കെ പുറത്ത് വന്നാൽ പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡിൽ ഇരിക്കുകയായിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് സെഷനിലേക്ക് പോവാം അല്ലേ. അപ്പോൾ നിങ്ങൾ നമ്മുടെ പോസ്റ്റേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയാം. ഇനി നമ്മുടെ സർട്ടിഫൈഡ് NLP സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ ബി മാജിക്കിൽ തന്നെ ഒരുപാട് നമ്മുടെ സെഷൻസ് എടുത്തിട്ടുള്ള നമ്മുടെ പ്രവീണ മാമാണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൈ-ഫൈ ആണ്. സോ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം പ്ലീസ് വെൽക്കം മാം. Thank you, Gopika. Thank you so much. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞു നമുക്ക് എന്തായാലും സെഷനിലേക്ക് പോകാം. ഓക്കെ, ഹൈഫൈ പറയുന്നതിന് മുന്നേ ഒരു കഥ പറയാം. ടീച്ചർ ജീവിതത്തിലെല്ലാം നേടിയെടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. കൃഷിയിലൂടെ തന്റെ കുടുംബമായാലും തന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ആയാലും ഒക്കെ അദ്ദേഹം നല്ലപോലെ മെച്ചപ്പെടുത്തിയ വ്യക്തിയാണ്. പക്ഷെ ഇതൊക്കെ ആയിട്ടും ടീച്ചർക്ക് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം ഇല്ല എന്നുള്ളതാണ് സത്യം. കാശിന് കാശുണ്ടോ എന്ന് ചോദിച്ചാൽ കാശുണ്ട്, വസ്ത്രങ്ങൾക്ക് വസ്ത്രങ്ങളുണ്ട്, തന്റെ വീട്ടിൽ എല്ലാവരും ആരോഗ്യത്തോടു കൂടിയിട്ടുണ്ട്. ബട്ട് സംതിങ് അദ്ദേഹം എന്താണെന്ന് അറിയില്ല, എവിടേക്കോ ഒരു മിസ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അദ്ദേഹം ആകെ തളർന്നു പോകുന്നു. കാരണം പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് അത് നേരിടാനുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലെങ്കിലും അദ്ദേഹം ഹാപ്പി അല്ല എന്നുള്ളതാണ് കാര്യം. അപ്പൊ നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമുക്ക് ചിലപ്പോൾ തോന്നാറില്ല, ഓ എന്തോ ഒരു സുഖമില്ല. എന്നാൽ കാര്യങ്ങൾക്ക് വല്ല വല്ല പ്രശ്നങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നമുക്ക് ഭക്ഷണം ഉണ്ട്, കിടക്കാനൊരു വീടുണ്ട്, മഴയത്ത് സുഖമായിട്ട് ഇരിക്കാനുള്ള ഒരു വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അപ്പോഴും ഒരു സുഖവും ഇല്ലാത്തൊരവസ്ഥ, ഒന്നിനെ കുറിച്ചും ഒരു മതിപ്പില്ലാത്തൊരവസ്ഥ. പീറ്റർ ഇത് ഇങ്ങനെ കുറേ ദിവസം ഇതിനെ ചുമന്നുകൊണ്ട് പോയത് പീറ്ററിന് ബോറടിക്കാൻ തുടങ്ങി. പീറ്റർ എന്ത് ചെയ്യുന്നു, ഇത് തന്റെ കൂട്ടുകാരനായ തന്റെ കൂട്ടുകാരനകത്ത് ചെന്നിട്ട് പറയാൻ. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ ജീവിത രീതി നോക്കിക്കാണുമ്പോൾ അദ്ദേഹത്തിന് ഇദ്ദേഹത്തെ പോലെ എല്ലാ രീതിയിലുമുള്ള സുഖ സൗകര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു എന്ന് മാത്രം. ഫിനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കുടുംബത്തില് അദ്ദേഹത്തിന്റെ അച്ഛന് തീരെ വയ്യ, അമ്മയാണെങ്കിൽ ആരോഗ്യസ്ഥിതി മോശമായി കൊണ്ടിരിക്കുന്നു, ഭാര്യയ്ക്കും അതേപോലെ ചെറിയൊരു ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തന്റെ കൂട്ടുകാരനായ ജോൺ വളരെ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് എപ്പോഴും നടന്നു പോകുന്നത്. പീറ്റർ നോക്കി കാണാറുണ്ട്. എങ്ങനെ പീറ്റർ എന്ന് ജോണിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ചിരിക്കാൻ? ഇത്രയും കാര്യങ്ങളുടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ പീറ്ററിനോട് ജോൺ അപ്പോഴും ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഓരോ ദിവസവും ഞാൻ എന്നെ വിലയിരുത്തുന്ന 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങളാണ് എന്നെ സത്യം പറഞ്ഞാൽ മുന്നോട്ട് നയിക്കുന്നത്. ഈ 5 കാര്യങ്ങളിലും ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഞാൻ അതിനെ നോക്കിക്കാണുന്നു. ഓരോ ദിവസവും, അത് ഞാൻ 5 ദിവസമായിട്ടല്ല, എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യവുമാണ്. അപ്പൊ ഓരോ ദിവസവും പ്രതീക്ഷ എന്നെ വല്ലാതെ മൂടുന്നുണ്ട്. ഇവിടെ ടീച്ചർക്ക് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയായിട്ടൊന്നും തോന്നുന്നില്ല. അതങ്ങനെ നടന്നു പോകുന്നു. ഒരു മടുപ്പ്, എല്ലാം ഉണ്ടാകുമ്പോൾ ഒരു മടുപ്പില്ല. നമുക്ക് എല്ലാം ഉണ്ടാകുമ്പോൾ ഒരു മടുപ്പാണ്. ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ ഓടുകയും ചെയ്യും. ഈ 5 കാര്യങ്ങളെ കുറിച്ച് ജോൺ പീറ്ററിന് പറഞ്ഞു കൊടുക്കും. ദിവസവും ഇതൊന്നും ഒരു 10 മിനിറ്റ് സമയം എടുത്താൽ മതി. അത് 5 കാര്യങ്ങൾക്ക് 2 മിനിറ്റ് വീതം എടുത്ത് ഇതൊന്ന് ദിവസവും ചെയ്യുക. ഇതിന് റിസൾട്ട് ഉണ്ടോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഇതാണ്, റിസൾട്ട് ഉണ്ടോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി മാജിക്കിന്റെ മെഡിറ്റേഷൻ കഴിഞ്ഞല്ലോ. ഈ മെഡിറ്റേഷൻ കഴിയുമ്പോഴും ഈ 5 റിഫ്ലക്ഷൻ മെത്തേഡിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാം. കാരണം ചിലപ്പോൾ നമ്മൾക്ക് ഞാൻ എന്തുകൊണ്ട് എനിക്കത് സാധിക്കാത്തത്, ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല, ഇത് ഇങ്ങനെ ദിവസം എല്ലാ മാസവും ഞാൻ ഇങ്ങനെ ഇത് പൈസ മുടക്കുന്നു, ഞാനിത് കുറച്ചൊക്കെ കേൾക്കും കുറച്ചൊക്കെ കേൾക്കില്ല, പക്ഷെ എന്നാലും എനിക്ക് വലിയ മാറ്റമൊന്നും എനിക്ക് പ്രതീക്ഷ കിട്ടുന്നില്ല. അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും ഇതിൽ നിന്ന് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാനും ഈ ജോൺ പറയുന്ന 5 റിഫ്ലക്ഷൻ മെത്തേഡ് നമ്മളെ സഹായിക്കും. ഒരു പക്ഷെ ഇതിനെക്കുറിച്ച് കേട്ടപ്പോ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 5 ഓരോന്നിനും 1 മിനിറ്റ് വീതം എടുത്താൽ മതി. ദിവസവും ചെയ്യുമ്പോൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന പറയും. ജസ്റ്റ് ഒന്ന് സ്വയം ഒന്ന് ചോദിക്കുക ഈ 5 റിഫ്ലക്ഷൻ മെത്തേഡിലൂടെ. അതിൽ ഒന്നാമത്തായിട്ട് പറയുന്നത്, ഓരോ ദിവസവും അല്ലെങ്കിൽ ഇപ്പൊ ഒരു
ഒരു ഇൻസിഡന്റ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ ഒരു ട്രെയിൻ പിടിക്കാൻ നമ്മൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പൊ ട്രെയിനിലേക്ക് പോകുന്ന സമയത്ത് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ ഈ വീട്ടിൽ നിന്ന് ട്രെയിനിൽ എത്താൻ അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് എത്താൻ നമ്മൾ എടുത്ത സമയം കൊണ്ട് ഈ 5 റിഫ്ലക്ഷൻ മെത്തേഡിലൂടെ ഒന്ന് പോകണം എന്നാണ് ജോൺ പറയുന്നത് കേട്ടോ. അതായത് ഈ സമയം കൊണ്ട് ഞാൻ ഈ 5 റിഫ്ലക്ഷൻ മെത്തേഡിലൂടെ പോകുമ്പോൾ പിന്നീട് ആ ട്രെയിനിൽ ഇരുന്ന് അടുത്ത സ്റ്റേഷനിൽ എത്തുന്നത് വരെ എന്റെ യാത്രക്കുള്ള സമയം എത്തുന്നത് വരെ എനിക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് കൂടി ഇത് പഠിപ്പിച്ചു. മറ്റെന്ത് ചെയ്യും, ആ ഒരു ട്രെയിൻ യാത്ര പോലും എനിക്ക് വിരസമായി തോന്നാറുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ ഈ 5 റിഫ്ലക്ഷൻ മെത്തേഡ് നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് പറയുന്നത് വിക്ടറീസ് എന്നാണ്. അതായത് ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റേഷൻ വരെ പോയപ്പോൾ എനിക്കുണ്ടായ വിജയം എന്താണ്, ഞാൻ എന്താണ് അതിൽ നിന്ന് നേടിയെടുത്തത്. ഇപ്പൊ ബി മാജിക് എന്ന ഞാൻ ഇതും കൂടി കൂട്ടിച്ചേർത്ത് പറയാം. ഇപ്പൊ ബി മാജിക് എന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇന്നലെയും നാളത്തെ ഒക്കെ വിടുക. ഇന്ന് ഈ ഒരു മെഡിറ്റേഷൻ ഒരു 15 മിനിറ്റ് വോയിസ് ഓവർ കേട്ട സമയത്ത് എനിക്കുണ്ടായ വിജയം എന്ന് ചിലപ്പോ ഒരു പക്ഷെ ഇപ്പൊ മണിസാറ് തുറന്നിരിക്കുന്നത് ഞാൻ എന്തൊക്കെയാണെങ്കിലും മുഴുവനൊന്നും മെഡിറ്റേഷൻ ചെയ്തില്ല, പക്ഷെ ഒരു വിജയം എനിക്കില്ല. ഞാൻ വീഡിയോ ഓൺ ചെയ്ത് മിടുക്കനായിട്ട് ഞാൻ ക്ലാസ്സിൽ അതൊരു വിജയമാണ്. ഇനി മറ്റു ചിലർക്ക് പറയാൻ പറ്റുന്ന ചിലപ്പോൾ ഇതൊന്നും കേട്ട് കാണില്ല, മെഡിറ്റേഷൻ ചെയ്തില്ല, പക്ഷെ ഞാൻ 5:30 എഴുന്നേറ്റു, അതൊരു വിക്ടറിയാണ്. ചിലപ്പോ ഇതൊന്നും ആവില്ല, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, ഇത് കേൾക്കുന്നുണ്ടാവും പക്ഷെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റിയില്ല, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഇന്നത്തെ ക്ലാസ് ഞാൻ കേട്ടു, കണ്ടോ. അപ്പൊ അവിടെ ഒരു വിക്ടറി തന്നില്ല, ഒരു വിജയം ഉണ്ടായി. അത് കുഞ്ഞു വിജയം ആയിക്കോട്ടെ, ഞാൻ നേരത്തെ എഴുതി മതി. ചിലപ്പോ ക്ലാസ് കേട്ടില്ല എന്ന് വരും, ചിലപ്പോ ഉറങ്ങിപ്പോയി എന്ന് വരും, എന്നാലും എഴുന്നേറ്റല്ലോ, നാളെ മറ്റൊന്ന് കണ്ടുപിടിക്കും. അപ്പൊ വീട്ടിൽ നിന്ന് സ്റ്റേഷനിലേക്ക് എത്തുന്നവരെ ഞാൻ എന്ത് വിജയമാണ് ഞാൻ നേടിയത്. എനിക്ക് കൃത്യസമയത്ത് ചിലപ്പം ടിക്കറ്റ് കിട്ടാത്തൊരു വൈകിട്ടുണ്ടാവും, പക്ഷെ കൃത്യസമയത്ത് സ്റ്റേഷനിലെത്തി. അല്ലെങ്കിൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ എനിക്ക് അന്നത്തെ ബസ് കിട്ടിയില്ല, പക്ഷെ ഒരാൾ എനിക്ക് ലിഫ്റ്റ്, കുഞ്ഞു വിക്ടറിയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിയില്ലേ, മതി. അതൊരു പുഞ്ചിരിക്ക് കാരണമാകുമെന്ന് ജോൺ പറയും. അപ്പൊ ഒന്നാമത്തെ റിഫ്ലക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ സിന്ധു മാം ബുക്കൊക്കെ എടുത്ത് വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ സിന്ധു പറയും, എനിക്കിത് രാവിലത്തെ മെഡിറ്റേഷൻ ഒന്നും മുഴുവനായി ചെയ്യാൻ പറ്റിയില്ല, ഞാൻ കാരണം കുളിക്കുക, ക്ലാസ് ആകുമ്പോഴേക്കും ഞാൻ റെഡി ആയി. അപ്പൊ എനിക്ക് അതിൽ 5 പോയി വിട്ടു, ഒന്ന് കിട്ടി, മതിന്ന്. അപ്പൊ അവിടെ ഒന്ന് ചിരിക്കാൻ കഴിയും. 5 കിട്ടിയില്ലല്ലോ എന്ന് തോന്നുമ്പോഴാണ് ഈ പ്രശ്നം. ഒന്ന് കിട്ടി, കുഞ്ഞു വിക്ടറിയാണ്. അപ്പൊ അതൊരു ജയമാണ്. കുഞ്ഞു കുഞ്ഞു വിക്ടറീസ് മതി. എനിക്ക് ഭക്ഷണത്തിൽ ഞാൻ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി, അത് മറ്റുള്ളവരൊന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമായി. കുഞ്ഞു വിക്ടറിയാണ്, മതി, അത്രയും മതി. കുഞ്ഞു വിക്ടറി, കുഞ്ഞു ജയങ്ങൾ കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ജോൺ പറയുന്നുണ്ട്, ഓരോ ദിവസവും ചിലപ്പോ ഞാൻ ചില അമ്മയെ സഹായിക്കുമ്പോൾ അമ്മ ചിലപ്പോ ഒന്ന് ചിരിക്കും, വേദനയോടെ ആണെങ്കിൽ. അപ്പൊ ഞാൻ വിചാരിക്കും, അമ്മയൊന്ന് ചിരിച്ചു കണ്ടല്ലോ, ഇനി അതും പോട്ടെ. അമ്മയെ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ എനിക്ക് പറ്റി, ബാക്കിയൊന്നും പറ്റിയില്ല എനിക്ക്, കാരണം എനിക്ക് കൃഷിയിടങ്ങളിലേക്ക് പോകണം. പക്ഷെ ആ ഒരു ഗ്ലാസ് വെള്ളം ഞാനൊന്ന് രാവിലെ എടുത്തു കൊടുക്കും, അതൊരു ജയമാണ്. നമ്മൾ കാണുന്ന വലിയ വലിയ ജയങ്ങൾ മാത്രമാണ്. അപ്പൊ അതൊരു കുഞ്ഞു ജയമായിട്ട് മാറും. ഇനി രണ്ടാമത് പറയുന്നത് എന്ന് വെച്ചാല്, ഇന്ന് ഞാൻ എനിക്ക് വിജയിക്കാൻ, എനിക്ക് വളരാൻ എന്തൊക്കെ സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ വീട്ടിൽ നിന്ന് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ വളരാൻ എനിക്ക് എന്ത് സാഹചര്യം ഉണ്ടായി. ഞാൻ ബസ് കയറിയ സമയത്ത് നല്ല വെയിറ്റ് ഉള്ള ബാഗാണ്, അപ്പൊ സീറ്റ് കിട്ടിയപ്പോ ഞാൻ വേഗം അവിടെ ചെന്നിരുന്നു. അപ്പൊ ആ സമയത്താണ് ഒരു ഒരു മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി ഒരു വലിയൊരു ബാഗുമായിട്ട്, അവരുടെ യൂണിഫോം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ അവര് വളരെ ക്ഷീണിതയായി തോന്നി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ബാഗ് ഊരിയിട്ട് ബസ്സിന്റെ സൈഡിൽ വെച്ച് ഞാൻ ഇവിടെ എഴുന്നേറ്റ് വന്നു. അപ്പൊ അവരെ എന്ത് ചെയ്തു, അപ്പൊ എനിക്കവിടെ ഒരു ഗ്രോത്തിനുള്ള ഒരു വഴി വീഴ്ച, അതായത് എനിക്ക് വളരാൻ അവരെ കണ്ടപ്പോ അവിടെ എനിക്ക് ഒരു സഹായം ചെയ്യാൻ, ഒരു വളരാനുള്ള ഒരു അവസരം എനിക്ക് നൽകി. അപ്പൊ ഈ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ ട്രെയിനിൽ വരുന്ന സമയത്ത് രാത്രിയാണ്, രാത്രിയാകുന്ന സമയത്ത് വിശക്കുന്നുണ്ട്. അപ്പൊ ഈ വിശക്കുന്ന സമയത്ത് കടല ഇങ്ങനെ ട്രെയിനിൽ കൂടെ കൊണ്ടുപോകും, ഇത് വൈകുന്നേരത്തെ ട്രെയിനിൽ. അപ്പൊ എന്ത് ചെയ്യും, എല്ലാവരും ആ ക്യാബിനില്, ആ ബോഗിയിലുള്ള ഒരു ക്യാബിനില് എല്ലാവരും കടല വാങ്ങി. അപ്പൊ കടല വാങ്ങിയപ്പോ ഒരു ഉമ്മയും, ഒരു വയസ്സായ ഉമ്മയും ഉപ്പയും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും, അപ്പൊ അതിലാരും ഒരാൾ വാങ്ങിയത്, ഇപ്പൊ വാങ്ങിയില്ല. അപ്പൊ ഉമ്മ ഞങ്ങളുടെ ഇടയിലായിരുന്നു, മറ്റേ ഉപ്പ അപ്പുറത്തെ സൈഡിൽ രണ്ടാക്കിയിരിക്കുന്ന സീറ്റിലായിരിക്കും. അപ്പൊ അദ്ദേഹം ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഉമ്മ ഞങ്ങളുടെ ഇടയിലാണ് ഇരിക്കുന്നത്, കുറെ പേരുണ്ട്, എല്ലാവരും കടല വാങ്ങി. പക്ഷെ ഉമ്മ വാങ്ങിയില്ല, ഉമ്മ കൈയും കെട്ടി അവിടെ എങ്ങനെ ഇരിക്കും. ചിലപ്പോ എന്ത് ചെയ്യാം, പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കാം. അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ എല്ലാവരും കടന്നപ്പോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എന്തോ ആ സമയത്ത് അങ്ങനെ തോന്നി. ഞാൻ പറഞ്ഞു, ചേട്ടാ 2 പാക്കറ്റ് തരൂന്ന് പറഞ്ഞു. 2 പാക്കറ്റ് ഒന്ന് അവര് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. അപ്പൊ എനിക്ക് അവിടെ വളരാൻ ഒരു അവസരം കിട്ടി.
കാരണം ഒരാൾക്ക് കൊടുക്കും. അപ്പൊ അത് വാങ്ങിയപ്പോ വേണ്ട മോളെ എന്ന് പറയുമ്പോ അവന് അതിനെന്താ കടലല്ലേ കഴിച്ചോളൂ വേറെ ഒന്നല്ലല്ലോ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോ അവരത് ചിരിച്ചപ്പോ അവരെന്ത് ചെയ്തു എന്നറിയാം. ഈ കടല അവരവരുടെ ഭർത്താവിന് കൊടുത്തു. വയസ്സായിട്ടുള്ള അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന അവർക്ക് കൊടുത്തപ്പോ അവര് വീണ്ടും കൈ കെട്ടിയിരുന്നു. അവര് വിചാരിച്ചത് എന്താണെന്ന് അറിയോ? അവര് ഹസ്ബൻഡിന് കൊടുത്തപ്പോ അതിന് കുറച്ചും കൂടി തരും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുത്തത്. പക്ഷെ അങ്ങേര് എന്ത് ചെയ്തു? ഇത് അവിടെ ഇരുന്ന് പൊളിച്ചിരുന്ന് അങ്ങനെ കഴിച്ചതാണ്. എനിക്കത് കണ്ടപ്പോ ചിരി വന്നിട്ട് ഞാനൊന്നും മിണ്ടിയില്ല. വേഗം എന്ത് ചെയ്തു വെച്ചാൽ അപ്പോഴും അവര് വീണ്ടും കൈ കെട്ടിയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എന്റെ കയ്യിൽ നിന്ന് ഒരു 5 കടല അവർക്ക് കൊടുത്തു. ഒരു 5 വരെ പെറുക്കി കാരണം ഒരു പാക്കറ്റിൽ അത്രയല്ലേ ഉണ്ടാവും. പെറുക്കി അവർക്ക് കൊടുത്തു. അല്ല വേണ്ട ഞമ്മള് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഞാനത് ആ സമയത്ത് ഞാൻ വെറുതെ ഇടം കണ്ടിട്ട് നോക്കും എല്ലാവരും നോക്കിയുണ്ട്. അപ്പൊ ഞാൻ കൊടുത്തു. അത് വേറെ കാര്യം അന്നേരം തോന്നി. പക്ഷെ ആ ചുറ്റും ഇരിക്കുന്നവർക്ക് എന്തായി? ഒരു ഗ്രോത്തിനുള്ള അതായത് എനിക്ക് അവർക്ക് വളരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. നാളെ അവർ എന്ത് ചെയ്യുന്നറിയോ? ഇതേപോലെ ട്രെയിനിൽ കയറുമ്പോ ആരെങ്കിലും വാങ്ങി കൊടുക്കും തീർച്ചയാണ്. കാരണം അവരെന്നെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ടോ കണ്ടോ അപ്പൊ എനിക്ക് അവിടെ അത് ആ നിമിഷം സംഭവിച്ചത് വളരാനുള്ള ഒരു അവസരമായിരുന്നു. അപ്പൊ ഇതുപോലെ അപ്പൊ അത് തിരിച്ചറിയാം. അപ്പൊ അന്നത്തെ ദിവസം എന്ത് ചെയ്യാം? ഇന്ന് വളരാനുള്ള എനിക്ക് എന്ത് അവസരം ഉണ്ടാവും? ഇതുപോലെ ഇനി എനിക്ക് എന്ത് ചെയ്യാം? അപ്പൊ അത് കുഞ്ഞു വളരാനുള്ള ഒരു അവസരമായിരുന്നു. അവരത് പുഞ്ചിരിയോട് കൂടിയിട്ട് ആ ഞാൻ കൊടുത്ത കുറച്ചെണ്ണാണെങ്കിൽ അത് ഇരുന്ന് പൊളിച്ച് അവർ തിന്നു ഒന്ന് ചിരിച്ചു മതി. പിന്നെ അവരും കിടന്നു അവര് ഇരുന്ന് ഉറങ്ങി. കണ്ടോ നമുക്കവിടെ വളരാൻ കുഞ്ഞ് അപ്പൊ ജോൺ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ചിലപ്പോ ഞാൻ പോകുമ്പോ ഞാൻ അവിടെ കാല് തെറ്റി ചിലപ്പോ കൃഷിയിടത്തിലേക്ക് പോകുമ്പോ അവിടെ ഒരു കലുങ്കുണ്ട്. അപ്പൊ ചില സമയത്ത് ഞാൻ തിരക്കിൽ ഓടുമ്പോൾ പലപ്പോഴും എന്റെ കാല് തട്ടി ഞാൻ വീഴാറോ അല്ലെങ്കിൽ അവിടെ വല്ലാതെ വേദനിക്കാറോ ഉണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ എന്തിനാ ഇങ്ങനെ ഓടുന്നത്? ഒന്ന് പതുക്കെ നടന്ന ഈ വേദന അപ്പൊ അവിടെ ഒരു വളരാനുള്ള ഒരു വഴിയാണ്. പതുക്കെ പോയാൽ മതി എന്ന് തിരിച്ചറിയാൻ അപ്പൊ കുഞ്ഞ് വളരാനുള്ള അവസരങ്ങൾ ആ കുഞ്ഞു സ്ഥാനത്തുണ്ട്. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് ട്രെയിൻ യാത്രയ്ക്ക് പോകുന്ന സ്റ്റേഷനിൽ നേരെ പോകുന്ന പോക പതുക്കെ പോണെന്നുള്ളു. ജംഗ്ഷൻ ക്രോസ് ചെയ്യുമ്പോഴേ അതെ. അപ്പൊ വളരാനുള്ള വഴികൾ എപ്പോഴും ഉണ്ട്. അത് കണ്ടെത്തുക. ഇതിനൊക്കെ ഒരു 2 മിനിറ്റ് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി മൂന്നാമതായിട്ട് ജോൺ പറയുന്നതാണ് ഓരോ ഇൻസിഡന്റ് നടക്കുമ്പോഴും അവിടെ എന്തൊക്കെ ചാലഞ്ചുകളാണ് എന്നെ സംബന്ധിച്ചത് ഉള്ളത് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വീണ്ടും വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ബസ് ചിലപ്പോൾ സ്റ്റേഷന്റെ അടുത്ത് വരെ പോവില്ല എന്നിരിക്കും. നമുക്ക് എന്ത് ചെയ്യണം? അവിടുന്ന് സ്റ്റേഷൻ വരെ ഒരു ചാലഞ്ച് ആണ്. ആ സമയത്ത് ഓടുന്ന സമയത്ത് ചിന്തിക്കുന്നത് എന്താണ്? അയ്യോ വണ്ടി കിട്ടുമോ? വണ്ടി കിട്ടും. വണ്ടി പോയാൽ ഞാൻ എന്ത് ചെയ്യും? എന്ന് ചിന്തിക്കുന്നതിന് പകരം അതൊരു ചാലഞ്ച് ആണ്. ആ നടക്കുന്ന സമയത്ത് എന്റെ ചിന്ത എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ എന്താണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത്? ടെൻഷനാണ്. കാരണം വണ്ടി കിട്ടുമോ എന്ന്. മറിച്ച് ഇങ്ങനെ ചിന്തിക്കാം. ഞാനൊന്ന് ഈ ഒരു സ്റ്റേഷൻ അതായത് ബസ് ഇറങ്ങി സ്റ്റേഷൻ വരെ കുറച്ച് സമയം നടക്കാനുണ്ട്. ഈ നടത്തം രാവിലെ എനിക്കൊരു എക്സസൈസ് ആണ്. കണ്ടോ? അപ്പൊ ആ ചാലഞ്ച് ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ സ്പീഡിൽ നടക്കുന്നു. അവിടെ ഗ്രോത്തിനുള്ള വഴിയുണ്ട് കേട്ടോ. സ്പീഡിൽ നടക്കുന്നു. എനിക്ക് വണ്ടി കിട്ടുന്നേ ധൈര്യമായിട്ടിരിക്കും. ഒന്ന് സ്പീഡിൽ നടക്കും. 2 മിനിറ്റ് കൊണ്ട് എത്തുന്ന എനിക്ക് 1 മിനിറ്റ് കൊണ്ട് എത്താം. കാരണം രാവിലെയാണ് ഒത്തിരി സ്പീഡിൽ നടന്ന വണ്ടികൾ കുറവാണ്. അപ്പൊ അതൊരു ചാലഞ്ച് ആണ്. ഒരു ഗ്രോത്തിനുള്ള വഴിയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ആ നടത്തം നമുക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് എടുക്കാൻ കഴിയും. ചില സമയങ്ങളിൽ അതാണ് ഇപ്പോ ജോൺ പറയുന്നുണ്ട്. ചില സമയങ്ങൾ മഴ പെയ്യുമ്പോൾ ഈ പാടങ്ങളിലൊക്കെ വെള്ളം അങ്ങ് നിറയും. അത് കഴിയുമ്പോൾ എനിക്കൊരു ചാലഞ്ച് ആണ്. അന്ന് അവിടെ എത്തുമ്പോൾ ഇത് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ എനിക്ക് ഇതൊരു ചാലഞ്ച് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ആ സമയത്ത് എന്റെ ചിന്ത ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് ഭയമാണോ? അതായത് ഇത് തീർന്നാൽ ജീവിതം തീർന്നു എന്നൊരു തോന്നലാണ് പലപ്പോഴും നമുക്ക്. ഇതൊരു ചാലഞ്ചാണ്. കുഞ്ഞു ചാലഞ്ചാണ്. ഇത് ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഒരു ചാലഞ്ചാണ്. ഇത് വീഡിയോയിൽ കയറിയിരിക്കുന്നത് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത് മറ്റൊരു ചാലഞ്ചാണ്. അത് ഇന്നെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിൽ ഞാൻ ചെയ്യും. ഒന്ന് ചാലഞ്ച് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. അപ്പൊ അതിനുള്ള വഴികൾ നമുക്ക് കണ്ടെത്തും. കാരണം എല്ലാത്തിനും നമ്മൾ ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുന്ന ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ അടക്കമാണ് കേട്ടോ. എല്ലാവർക്കും ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അയ്യോ എനിക്ക് രാവിലെ പണിയുണ്ട് അതുകൊണ്ട് അത് പറ്റില്ല. പക്ഷെ പലപ്പോഴും സിന്ധു ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആ ഒരു രാവിലത്തെ ജോലിക്കിടയിൽ കൂടിയിട്ട് ഇതിങ്ങനെ ചെവിട്ടിൽ വെച്ച് ചിലപ്പോൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. അതിലൂടെ ചെയ്യുന്ന വീഡിയോ തുറന്നിട്ട് അപ്പൊ അപ്പൊ സിന്ധു അവിടെ ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ? എന്റെ വീടാണ്. ചിലപ്പോ അടുക്കളയിലൊക്കെ അങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇങ്ങനെ സോ വാട്ട് ഞാൻ ക്ലാസ്സിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാണ് ചാലഞ്ച് ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന ചിന്തയേ ഇല്ല. അതാണ് ചാലഞ്ചസ് എന്ന് പറയുന്നത്. ഇനി നാലാമതായിട്ട് പറയുന്ന കാര്യം റിലേഷൻഷിപ്പാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. പക്ഷെ ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ കൂടെ കടന്നു വരുന്ന ഒരു പുതിയ ബന്ധം നമ്മൾ ഏറ്റെടുക്കാൻ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ട്രെയിനിൽ പോകുന്ന സമയത്ത് അത് കുറച്ച് സമയത്തേക്കുള്ള ഒരു ബന്ധമായിരുന്നു. പക്ഷെ അത് ബിൽഡപ്പ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോൾ
ഞാനത് ഉപയോഗപ്പെടുത്തി കണ്ടോ. അവരെന്ത് ചെയ്യും, ഇനി വീട്ടിലെത്തിയാലും പറയും, ആ അന്ന് ട്രെയിനിൽ വരുന്ന സമയത്ത് എനിക്കൊരാളത് കടല വാങ്ങി തന്നു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. അവരുടെ ഇടയിൽ എനിക്ക് എല്ലാവരും വന്നപ്പോ അവരെനിക്ക് വാങ്ങി തന്നു. തന്നത് ഞാൻ അവിടെ കൊടുത്തപ്പോഴും വീണ്ടും അവരത് കണ്ടിട്ട് എനിക്ക് വീണ്ടും അവരത് എന്നും പറയും. അപ്പൊ ഇത് അപ്പൊ ഒരു പുതിയ റിലേഷൻഷിപ്പാണ്. അപ്പൊ ആ ഒരു കുറഞ്ഞ സമയത്ത് ട്രെയിൻ യാത്ര, ഒരു 5 മണിക്കൂർ ട്രെയിൻ യാത്രയിൽ ഒരു കുഞ്ഞു പുതിയ ബന്ധം ഉണ്ടാക്കി എടുത്തു. പക്ഷെ ആ ബന്ധത്തിലൂടെ ഞാൻ അവരുടെ ഫോൺ നമ്പർ വാങ്ങുകയോ ഒന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്ന എന്താ, ഇവരോട് സ്ഥിരമായിട്ട് ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഫോൺ ചെയ്യുമ്പോഴൊക്കെയാണ് പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ആ പുതിയ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോ അവിടെ ഒരു ചാലഞ്ച് ഉണ്ടായപ്പോ അതിലൂടെ വളരാൻ എനിക്ക് ഒരു അവസരം കൂടി തിരഞ്ഞെടുക്കാൻ പറ്റി. അപ്പൊ നമ്മൾ ബസ് യാത്രയിലാണെങ്കിലും ചില സമയത്ത് അടുത്തിരിക്കുന്നവരോടൊക്കെ ഒന്ന് സംസാരിക്കാം. ഇതിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും. എങ്ങോട്ടാണ് യാത്ര പോകുന്നത് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ, ചിലപ്പോൾ നമുക്ക് ബുക്ക് വായിക്കാനൊക്കെ ആവും. പക്ഷെ ബിൽഡ് ന്യൂ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. കാരണം പുതിയ 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 ബന്ധങ്ങൾ, നമ്മൾ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ചിന്തകളും ഒക്കെ ഉരുത്തിരിയാൻ ഒരുപാട് നമ്മെ സഹായിക്കും. ഇപ്പൊ ഇതിൽ നമ്മൾ എത്ര പേര് പുതിയ പേര് ജോയിൻ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ കേൾക്കുന്നുണ്ട് പരസ്പരം. നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ കാണുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ട്. ചില സമയത്ത് പുതിയ ആൾക്കാരേക്ക് ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പൊ നജു ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ ഇതിൽ ആരൊക്കെയാണ് പുതിയ ആൾക്കാർ വന്നിട്ടുള്ളതെന്ന് ഞാൻ നോക്കി, കഴിഞ്ഞ ആഴ്ച കാണാത്ത. അപ്പൊ അതൊരു പുതിയ ബന്ധമാണ്. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഇന്ന് എനിക്ക് എന്റെ വാക്കുകളിലൂടെ ഒരു പുതിയ ബന്ധം ഉണ്ടാക്കാൻ സാധിച്ചു, ഒരു പുതിയ റിലേഷൻ. ഇതൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എപ്പോഴും പുതിയ പുതിയ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും എന്നാണ് ജോൺ പറയാറുണ്ട്. ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളുമായിട്ടായിരിക്കും, ചിലപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുമായിട്ട് സംസാരിക്കാറുണ്ട്. അവരെന്റെ പാഠം കാണാൻ, നിരീക്ഷിക്കാൻ, പഠനവുമായി ബന്ധപ്പെട്ട് അധ്യാപകരോടൊത്ത് വരുമ്പോൾ അധ്യാപകരുമായി ഞാൻ സംസാരിച്ച് അവരുടെ വീടും സ്ഥലവും ഒക്കെ പരിചയപ്പെടുത്തി പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പുതിയ പുതിയ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അവരോട് നമ്മൾ സ്ഥിരം മൊബൈൽ കോൾ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. അവരോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വീണ് കിട്ടും, പുതിയതായിട്ട് എന്തെങ്കിലും. പിന്നെ അവസാനമായിട്ട് ജോൺ പറയുന്നത്, ഓരോ ദിവസവും ചിന്തിക്കണം, ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ ചിന്തിക്കണം, വാട്ട് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഐ ഹാവ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റേഷനിലേക്ക് പോയി, അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ഇവിടെ എനിക്ക് നാളെ കുറച്ച് നേരത്തെ എത്താൻ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നിപ്പോ 5 മണിക്കാണ് എഴുന്നേറ്റെങ്കിൽ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് മുന്നേ എണീറ്റാൽ എനിക്ക് കുറച്ചുകൂടി തൊട്ട് മുന്നത്തെ ബസ് കിട്ടാം. അപ്പൊ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ്. ഈ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് എങ്ങനെ കണ്ടെത്തുക? നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ ചിന്തകൾ, നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ചിന്തകൾ വരുമ്പോൾ ഇതെങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ഇനി ഒരു അവസരം വരുമ്പോൾ ചിന്തിക്കാൻ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് കൂടി കണ്ടെത്തണം എന്ന് ജോൺ പറയാറുണ്ട്. ജോൺ പറയും, കൃഷിയിടങ്ങളിൽ ഒരു പ്രാവശ്യം മുഴുവൻ നശിച്ചു പോകുമ്പോൾ അടുത്ത പ്രാവശ്യം അത് ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം ചെയ്യേണ്ടത്. ചിലപ്പോൾ കൃഷി വകുപ്പുമായിട്ട് സംസാരിക്കേണ്ടി വരും, പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരും, ചിലപ്പോൾ കൂടുതൽ ആൾക്കാരെ കൂട്ടിച്ചേർക്കേണ്ടി വരും, ഒന്നുകൂടി ഞാൻ ശ്രദ്ധ കൊടുക്കേണ്ടത്, എവിടൊക്കെയാണ് എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക. ഇത് ജോൺ പറയുന്നത്, ഇതിന് മണിക്കൂറുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു സമയങ്ങൾ ഉണ്ടാവും. ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൃഷിയിടത്തേക്ക് പോകുമ്പോൾ ഞാൻ നടന്നു പോവുകയാണ്. ആ നടന്നു പോകുന്ന സമയത്ത് എനിക്ക് ഈ 5 റിഫ്ലക്ഷൻ മെത്തേഡിനെ കുറിച്ച് ചിന്തിച്ചാൽ എനിക്ക് ആ നടത്തം പോലും എനിക്ക് ബെനിഫിറ്റ് ഉള്ളതാക്കി മാറ്റാൻ പറ്റും. ഒരു യാത്രയിൽ പോകുമ്പോഴും എനിക്ക് ഇന്നലെ നടന്ന സംഭവം അല്ലെങ്കിൽ ഇന്ന് നടന്ന സംഭവം, ഇന്ന് യാത്രയ്ക്ക് മുന്നേ ബസ്സിൽ നമ്മൾ കുറച്ച് സമയം ഇരിക്കുകയാണ്, ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന മൊബൈലിൽ ചെയ്യാം. അതിന് പകരം ഈ 5 റിഫ്ലക്ഷൻ മെത്തേഡ് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ, പുതിയ പുതിയ ആശയങ്ങൾ ഉടലെടുക്കും. തീർച്ചയായും ഈ നെക്സ്റ്റ് ടൈം ഇതുപോലൊരു അവസരം വരുമ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ജോൺ ഒരിക്കൽ കൂടി ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്, ഈ ഒന്നാമത്തത് വിക്ടറീസ്, എന്റെ വിജയങ്ങൾ, കുഞ്ഞു വിജയങ്ങൾ കണ്ടെത്തുക. ഇന്ന് 5 മണിക്ക് ഞാൻ എഴുന്നേറ്റെങ്കിൽ ഇന്നലെ 5 മണിക്ക് എഴുന്നേറ്റു, ഇന്ന് കുറച്ചും നേരത്തെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ 4:55 ഞാൻ അറിയാതെ അലാറം പോലും അടിക്കാതെ എഴുന്നേറ്റു. അപ്പൊ 5 മിനിറ്റ് എന്റെ വിജയമാണ്. നമ്മൾ ഈ 5 മിനിറ്റ് ഒന്നും വിജയമായിട്ട് കാണാറില്ല. നമുക്കൊരു അരമണിക്കൂറോ 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 2 മിനിറ്റ് ആയിരിക്കാം ഞാൻ നേരത്തെ ഉണർന്നത്, അതൊരു വിജയമാണ്. അലാറം അടിക്കാതെ ഞാൻ എഴുന്നേറ്റത് ഒരു വിഷയമാണ്. നമ്മൾ ചിന്തിക്കുന്നത്, അലാറം അടിക്കാൻ ഈ സമയമുണ്ടല്ലോ അവിടെ ഇരിക്കട്ടെ, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം എഴുന്നേറ്റ്, പക്ഷെ ചിലപ്പോൾ അലാറം അടിച്ചില്ലെങ്കിലും ഉറങ്ങിപ്പോകും. അപ്പൊ ആ 5 മിനിറ്റ് മുന്നേ എഴുന്നേറ്റാൽ കുഴപ്പമില്ല,
ഇപ്പൊ ഒരു വീക്ക് ഈ മാജിക് ക്ലാസ് കഴിഞ്ഞ എനിക്ക് വീഡിയോ ഓൺ ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ ഈ 5 വീക്ക് റേസിൽ ഒന്നാമതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വളരെയധികം മനസ്സിലായി. മതി 5 മുഴുവൻ ഓർമ്മയില്ലെങ്കിലും ഈ ഒറ്റ ഒന്ന് മനസ്സിലുണ്ടെങ്കിൽ അതിനെ പിന്തുടർന്ന് പോവുക എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് എന്റെ ഗ്രോത്തിനുള്ള എന്തെങ്കിലും, അതായത് എനിക്ക് വളർച്ചയ്ക്കുള്ള എന്തെങ്കിലും അവസരങ്ങൾ അവിടെ ഉണ്ടോ. ഇത് ഞാൻ കേട്ടു, ബിമാജിക്കിലെ ക്ലാസ്സുകളൊക്കെ കേട്ടപ്പോൾ ഇതിലൂടെ എനിക്ക് വളരാനുള്ള അവസരം എന്ത്, അല്ലെങ്കിൽ ഈ 5 റിഫ്ലക്ഷൻ മെത്തേഡ് കേട്ടപ്പോൾ എനിക്ക് വളരാനുള്ള ഒരു അവസരം ഇവിടെ കിട്ടി, അതെങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് ചിന്തിക്കുക. 3 ചാലഞ്ചസ് ആണ്. ഇതിൽ എനിക്കുള്ള വളരാനുള്ള അവസരം കിട്ടി, പക്ഷെ എനിക്ക് ചാലഞ്ചസിനുള്ള അവസരമുണ്ട്, അതെങ്ങനെ ഉപയോഗപ്പെടുത്താം. മെന്ററെ കണ്ടെത്താം, സുഹൃത്തിനോട് സംസാരിക്കാം. ബിമാജിക്കിൽ നിങ്ങൾക്ക് ഒരുപാട് മെന്റേഴ്സ് ഉണ്ട്, അവരുമായിട്ട് സംസാരിക്കാം. അപ്പൊ ചാലഞ്ചസ് ഉപയോഗപ്പെടുത്താനുള്ള വഴികളുണ്ട്. 4മതായിട്ട് പുതിയ പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുക, പുതിയ പുതിയ ആൾക്കാരുമായി ബന്ധങ്ങൾ വെക്കുക. ആ ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഒരു പരിധിക്കപ്പുറം ഒരു ബൗണ്ടറീസ് വെച്ച് വേണം റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ എന്നുകൂടി ഓർക്കുക. ആ റിലേഷൻഷിപ്പിലൂടെ എനിക്ക് എന്ത് നേടാൻ പറ്റും, എനിക്ക് അവർക്ക് എന്ത് നേടാൻ പറ്റും. ചിലപ്പോൾ ഒരു പുഞ്ചിരി മാത്രമായിരിക്കും എനിക്ക് കൊടുക്കാൻ പറ്റും, മതി, അതിന് വലിയ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. 5മത് പറയുന്നത് ഇതൊക്കെ 4 കൂടി കടന്നു പോകുമ്പോഴും ഇനി എനിക്ക് വളരാൻ എന്ത് ഏരിയാസിൽ എനിക്ക് ചെയ്യാൻ പറ്റും, ഇനി കൂടുതൽ എനിക്ക് ഇതിൽ വളരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ 5 റിഫ്ലക്ഷൻ മെത്തേഡ് വിജയമാകുന്നത്. ഓരോ കുഞ്ഞു ഇൻസിഡന്റിലും കടന്നു പോകുമ്പോൾ ഇപ്പൊ ബിമാജിക്കിൽ ഈ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ 5 റിഫ്ലക്ഷൻ മെത്തേഡിലൂടെ ഒരു 2 മിനിറ്റ് വെച്ചൊന്ന് കടന്നു പോയിക്കേ, ഇനി 1 മിനിറ്റ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഇതെവിടെ എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ എഴുതി വെക്കാം, ഇല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകാൻ ശ്രമിച്ചു നോക്കിയേ, നമുക്ക് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇനി ഇപ്പൊ ഈ 5 റിഫ്ലക്ഷൻ മെത്തേഡ് കുറിച്ച് കേട്ടു, ഇതിൽ നിന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത് 5 റിഫ്ലക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ്. ഇനി ഇത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് അല്ലെങ്കിൽ എന്റെ ജോലിയിലേക്ക് എന്റെ പുസ്തക വായനയിലേക്ക് പോകുമ്പോൾ ചെയ്യുക ഈ 5 റിഫ്ലക്ഷൻ മെത്തേഡ്. ഇന്ന് എന്റെ വിജയമുണ്ട്, 10 പേജ് വായിക്കണം എന്ന് വിചാരിച്ചു, പാരഗ്രാഫേ വായിക്കാൻ പറ്റും, അതെന്റെ വിജയമാണ്. അതിൽ പ്രൗഡ് മൊമെന്റ് ആയിട്ട് സൂക്ഷിക്കുക. ഇനി ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഇതിൽ ഗ്രോത്തിനുള്ള അവസരം എന്തൊക്കെയാണ്, ഇതൊരു 10 പേജ് വായിച്ചാൽ ഇങ്ങനെ ചാലഞ്ചസ് എങ്ങനെയാണ്. 10 പേജ് വായിക്കണം എന്ന് ഉദ്ദേശിച്ചു, 5 വായിച്ചു, അതൊരു ചാലഞ്ചാണ്. നാളെ ഒരു നോക്കാം, 5 എന്ന് പറഞ്ഞ ഒരു 6 പേജ് വായിച്ചാൽ ആ ചാലഞ്ചസിൽ ഞാൻ ഒന്ന് മുന്നോട്ട് പോയി ഇനി റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്തു. തീർച്ചയായിട്ടും ആ പുസ്തകത്തിന്റെ എഴുതിയ വ്യക്തിയിലൂടെ നമ്മളൊരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ അദ്ദേഹത്തെ വിളിക്കുകയോ കാണുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു പുതിയ വ്യക്തി, ആ പുസ്തകത്തിന്റെ ഓഥറെ നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് ഗൂഗിളിൽ കൂടെ വേണമെങ്കിൽ അപ്പൊ എഴുതിയ പുസ്തകത്തിന്റെ വ്യക്തിയെ നമുക്ക് ഗൂഗിൾ ചെയ്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണാൻ നമുക്ക് സൗകര്യമുണ്ട്. അതൊരു പുതിയ ബന്ധമാണ്. അദ്ദേഹം എഴുതിയ പുസ്തകം, അദ്ദേഹത്തിന്റെ മുഖത്തെ ഓർത്ത് അതൊന്ന് വായിക്കാൻ ശ്രമിക്കുക, അവിടെ ഒരു ബന്ധങ്ങൾ ഉടലെടുക്കുക. പറയാൻ പറ്റില്ല, നമ്മൾ എപ്പോഴെങ്കിലും ആ വ്യക്തിയെ മീറ്റ് ചെയ്യപ്പെടാൻ വരെ സാധ്യതയുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവസാനമായിട്ട് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ്, ഇവിടെ എങ്ങനെ എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, എവിടേക്കാണ് ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ വിജയം. എന്തായാലും 5 റിഫ്ലക്ഷൻ മെത്തേഡും ഉപയോഗപ്പെടുത്തി നോക്കും, നമുക്കതിന്റെ മിറാക്കിൾസ് കാണാൻ കഴിയും. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതിനെ കുറിച്ചൊന്നും ബോധവാനാക്കും എന്നാണ് ജോൺ പറയുന്നത്. എല്ലാം ഒന്നും ഒരുമിച്ച് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കില്ല, ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീയിങ്. നമുക്ക് അതിനെല്ലാം ഒരു പരിധി ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. കാരണം നമ്മളൊക്കെ വളർന്നു വന്ന കാലഘട്ടം നമ്മളെ ഒരുപാട് അതിന് ബ്ലോക്ക് ചെയ്യും. എന്നാലും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ഇംപ്രൂവ്മെന്റ് 5 റിഫ്ലക്ഷൻ മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. ഓക്കെ, താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. സോ വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. അപ്പോൾ ടീം മെമ്പേഴ്സ്, നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങൾക്ക് വാല്യബിൾ ആയിട്ടുള്ള പോയിന്റ്സ് കിട്ടിയത് ഷെയർ ചെയ്യാനുള്ള ടൈമാണ്. സോ ആരാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്? ഹായ്, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം അനുഭവങ്ങൾ എന്നും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് മാമിന്റെ ഒരു എന്താ പറയാ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതാണ്. കാരണം എന്ത് കാര്യം, കുഞ്ഞു കാര്യമായാലും മാം അതിനെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങളിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കുക, അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇന്നിപ്പോ മാം പറഞ്ഞ 5 കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇതെല്ലാം പ്രാവർത്തികമാക്കും. ആ ഒരു ട്രെയിനിൽ ഇരുന്നിട്ട് നമ്മൾ ആ ഒരു പൊതി കടല വാങ്ങിക്കൊടുത്തപ്പോ അവരുടെ ഉള്ളിലുണ്ടായ ഒരു സന്തോഷം, അല്ലെങ്കിൽ നമ്മളോട് അവർക്ക് തോന്നിയ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അതൊക്കെ
എന്താ പറയാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്താ പറയാ അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. എനിവേ നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓക്കെ. സിന്ധു മാം. ഇവിടെ ഓക്കെ ഒരു കാര്യം കുറിച്ച് ഇപ്പൊ സിന്ധു മാം പറഞ്ഞ ഒരു കാര്യത്തിലൊക്കെ ഞാൻ അന്നും കൂടെ ആഡ് ഓൺ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ നമ്മൾ വാങ്ങിക്കൊടുത്തപ്പോൾ അവർക്ക് നമ്മളോട് അവരുടെ പുഞ്ചിരി നമ്മൾ പറഞ്ഞു. ഇതിൽ എനിക്ക് എന്ത് തോന്നി, അത് പെട്ടെന്ന് ഒരു പ്രോസസ്സ് ഉണ്ടായതാണ്. സാധാരണ ഞാൻ മുന്നേ കടല വാങ്ങിയിട്ടുണ്ട്. ഇതേപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ യാത്ര ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് അന്നൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് സാധിച്ചു. യൂസ് ഫയർ റിഫ്ലക്ഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത്. ആ സമയത്ത് സാധിച്ചു. ഓക്കെ, നാളത്തെ സാധിച്ചോ എന്നൊന്നും അറിയില്ല. പക്ഷെ ആ സമയത്ത് സാധിച്ചു. അതിൽ എനിക്ക് എന്ത് ഫീലിംഗ് ഉണ്ടായി, അവിടെ എനിക്ക് എന്ത് ചാലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു, എന്റെ ഗ്രോത്തിന് ഞാൻ എങ്ങനെ സഹായിച്ചു, അതിലൂടെ ഞാൻ പുതിയൊരു ബന്ധം ഉണ്ടാക്കിയോ, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയാണ് ഫയർ യെസ്, റിഫ്ലക്ഷൻ മെത്തേഡ് മിറാക്കിൾസ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. ദെൻ അടുത്ത ആരെ സംസാരിക്കുന്ന വെച്ചാൽ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. നിജ്ല. ഹലോ, ഹലോ, കേൾക്കാൻ ഗുഡ് മോർണിംഗ്. പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ശരി. ഗുഡ് മോർണിംഗ്. മാജിക് മോർണിംഗ് മാം. നല്ല ക്ലാസ് ആയിരുന്നു, സൂപ്പർ ക്ലാസ് ആയിരുന്നു കേട്ടോ. സിന്ധു മാം പറഞ്ഞ പോലെ തന്നെ മാമിന്റെ അനുഭവങ്ങളിൽ നിന്ന് പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലൂടെ കടന്നുപോയ ആ ഒരു നിമിഷങ്ങളെ നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മാം പറഞ്ഞല്ലോ ഓരോ ഘട്ടങ്ങളാക്കി നമുക്ക് ശരിക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി ഓരോ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്കത് നോട്ട് ചെയ്യാനും അതിൽ ആ ഓരോ വരിയിലൂടെ നമുക്ക് എന്താണ് അർത്ഥാക്കുന്നതെന്നൊക്കെ കറക്റ്റ് നമുക്കത് മനസ്സിലാക്കി നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മാം പറഞ്ഞു വിക്ടറി ഓരോ ദിവസവും നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പൊ എല്ലാവരും ഇപ്പൊ എനിക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ കാര്യം മതി ഡെസ്പ് ആവാൻ. ഞാനിപ്പോ പൊതുവെ ഇപ്പൊ എന്റെ വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും കുറച്ചൊന്ന് ഡെസ്പായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് മാമിന്റെ ക്ലാസ് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്തിനാ ഇത്രയും പ്രഷർ ആക്കുന്നത്, എന്ത് ശരിയാവും, ചെയ്ത് ശരിയായിട്ട് വരും എന്നുള്ളൊരു ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുക അതങ്ങനെയല്ലല്ലോ, ശരിയായിട്ട് വരും. നമ്മളെ മെന്ററോട് സംസാരിക്കുകയും ഓക്കെ ആവും എന്നുള്ള ഇതിൽ മാമിന്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊന്ന് ചെയ്യണം, കുറച്ചുകൂടെ അങ്ങനെ ചെയ്താൽ മതിയായിരിക്കും. ഞാനിങ്ങനെ ഇഞ്ച് വർക്കായിട്ട് സംബന്ധമായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് മാമിന്റെ ക്ലാസ് കേട്ടപ്പോൾ. അതേപോലെ തന്നെ ഓരോ സിറ്റുവേഷനും നമുക്ക് വളരാനുള്ള ഇതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതേ നമുക്ക് ഉണ്ടാവുന്ന ഇപ്പൊ ചില ആളുകൾ എടുത്തുന്നുണ്ട്. ഇപ്പൊ കോളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പൊ ടെലികോളിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കോളൊക്കെ ചെയ്യുമ്പോൾ ചില ആളുകളെടുത്ത് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളൊക്കെ അപ്പോൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടമാവാറുണ്ട്. അപ്പൊ ഒക്കെ ഉണ്ടാവുന്ന ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്തിനാ അപ്പോ അവരത് പറഞ്ഞപ്പോൾ നമുക്കൊരു അനുഭവമല്ലേ, അല്ലെ നമുക്കൊരു അവരുടെ എന്താ പറയാ അതിലൂടെ നമുക്കൊരു പുതിയൊരു കാര്യം പഠിക്കാൻ പറ്റി. അത് നമ്മളുടെ ഒരു വിജയമായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗ്രോത്ത് ആയിട്ടും കാണാൻ പറ്റി. കാരണം ഇനി വിളിക്കുന്ന ആളോട് നമ്മൾ അത് വെച്ചിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. നമുക്കുണ്ടാവുന്ന ചാലഞ്ചസ്. അതേപോലെ തന്നെ മാം പറഞ്ഞു റിലേഷൻഷിപ്പ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ് ഞാൻ. ഒരുപാട്, കാരണം എൻ്റെ അടുത്ത് 1-2 തവണ സംസാരിച്ചവർക്ക് അറിയാൻ പറ്റും ഞാൻ പെട്ടെന്ന് കമ്പനി ആവുന്ന ആളാണ്. ഇപ്പൊ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതലുള്ള സമ്പാദ്യം എന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്പാണ്. ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അതിന് ടൈം കണ്ടെത്താറുണ്ട്. അപ്പോൾ ഓരോരുത്തർ നമുക്ക് സംസാരിക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒരുപാട് നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ മാമിന്റെ കാര്യം ഞാൻ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു. എന്റെ ലൈഫ് എന്താണ്, ഞാൻ എന്താണ് എന്നുള്ളത് ഇങ്ങനെ അനലൈസ് ചെയ്ത് ഇപ്പൊ ഈ ഒരു 5 ഘട്ടം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അനലൈസ് ചെയ്തു ഞാൻ എന്താണ് ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ് ഷെയർ നജില. ഇതാണ് പറയുന്നത് കണ്ടോ. ഇപ്പൊ ഫയർ റിഫ്ലക്ഷൻ മെത്തേഡ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആയി. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലവർ എഴുതിയെടുക്കായിരിക്കും, ചിലവർ സ്വയം അത് ചിന്തിച്ച് അങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ദിസ് ഇസ് ദ വിക്ടറി എന്ന് പറയുന്നത്. ഇതാണ് വിജയം എന്ന് പറയുന്നത്.
അതിൽ നിന്ന് ഒരുപാട് നേടിയോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ നേടുന്നതിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. അതായത് എനിക്കിത് ചെയ്തപ്പോൾ എന്തെങ്കിലും ഗുണം, അപ്പോഴും എനിക്ക് സന്തോഷം ഇതിനെ കുറിച്ചാണ്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റുന്നു. അപ്പൊ നജില പറഞ്ഞു എന്റെ ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്, ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അടുത്ത ആളെ വിളിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യണം. ഈ ചാലഞ്ചസിലൂടെ എനിക്ക് ഗ്രോത്തും ഉണ്ടായി, ചാലഞ്ചും അവിടെ ഉണ്ടായി. എനിക്ക് പുതിയ ഒരുപാട് ബന്ധങ്ങൾ സൂക്ഷിക്കാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്. നല്ല നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രെങ്ത് ആണ്. എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇനി അതിൽ എന്തൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കണ്ടോ, നജില ആ ഫയർ റിഫ്ലക്ഷൻ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. അത് അതിലൂടെ തന്നെ നമ്മളെ കൊണ്ടുപോവുകയും ചെയ്തു. താങ്ക് യു സോ മച്ച് നജില, താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. ഗോപിക ഒന്ന് ഇർഫാനെ വിളിക്കോ? ഇർഫാൻ പുതിയ ആള്. ഓക്കെ മാം. ഇർഫാൻ കേൾക്കുന്നുണ്ടോ? ഹലോ ഇർഫാൻ? ഹലോ. ആൾക്ക് ഓഡിബിൾ അല്ല തോന്നുന്നു. സംസാരിക്കാനുള്ള മടിയാവും. അതെ അതെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തടുത്ത സെഷനിൽ നമുക്ക് ശരിയാക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പൊ നെജുല പറഞ്ഞപ്പോഴും സിന്ധു മാം പറഞ്ഞപ്പോഴും അതിന്നൊക്കെ ഓരോരോ പോയിന്റ്സ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഷെയറിങ്ങും അത്രയും മറ്റുള്ളവർക്ക് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് ഷെയർ ചെയ്യാം. മണി സർ? മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് തന്നെ, സാധാരണ പോലെ നല്ലൊരു സെക്ഷൻ തന്നെയാണ്. എപ്പോഴും പറയാറുള്ള മാതിരി നല്ലൊരു കഥയിലൂടെ, അതും ഒരു കോമൺ നെയിംസിൽ കൂടെയാണ് ഇതെല്ലാം പോവുക. അപ്പൊ പീറ്ററിൽ നിന്ന് എങ്ങനെ ജോൺ ആകാന്നുള്ള രീതിയിലേക്കുള്ള 5 കാര്യങ്ങളാണ് മാം ഇന്ന് പറഞ്ഞു തന്നത്. അത് വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് ഈ ഇങ്ങനത്തെ ഒരു കഥ വരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ മടുപ്പൊക്കെ ഒഴിവാക്കിയിട്ട് ഹാപ്പി ആകാനുള്ള ഒരു കാര്യങ്ങളാണ് ഇതിലുള്ളത്. അത് നമുക്ക് ഓരോ സാഹചര്യം വരുമ്പോഴും സന്ദർഭം വരുമ്പോഴും നല്ല സൽപ്രവൃത്തി ചെയ്തിട്ടും മറ്റുള്ളവരെ സഹായിച്ചിട്ടും ഒക്കെ നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകും. പുതിയ റിലേഷൻഷിപ്പ് ബന്ധങ്ങളെല്ലാം കൂടുതൽ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ സ്വയം വളരാനുള്ള ഒരു ചാലഞ്ചസ് ഏറ്റെടുക്കാനും ഒക്കെ ഉള്ള ഒരു ഉതകുന്ന ആ സന്ദർഭം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഇന്നൊരു ഒരു ടിപ്സാണ് ഇന്ന് കിട്ടിയത്. അപ്പൊ നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ദിനംപ്രതി എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മൾ സ്വയം വിലയിരുത്താനും സ്വയം മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് നമ്മൾ ആക്ട് ചെയ്യാനും നമുക്ക് ഈ സങ്കടത്തിൽ നിന്നൊക്കെ ഹാപ്പിനെസ്സിലേക്ക്, എന്തുണ്ടായിട്ടും നമുക്ക് ഹാപ്പിനെസ് തോന്നുന്നില്ല എന്നൊരവസ്ഥയിൽ നിന്ന് നമുക്ക് കൂടുതൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ള രീതിയിലുള്ള ഒരു നല്ലൊരു ക്ലാസ് ആണ് കിട്ടിയത്. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു മണിസാർ. മണിസാർ പറഞ്ഞത് കണ്ടോ, ഈ ഫയർ റിഫ്ലക്ഷൻ മെത്തേഡിന് മണിസാർ ഒരു പോയിന്റ് എടുത്തു. എങ്ങനെ പീറ്ററിൽ നിന്ന് ജോണിലേക്ക് എത്താം കേട്ടോ, ഒരു ക്രോഡീകരിച്ച ഒരൊറ്റ സെൻസ്. ഇതാണ് ഓരോരുത്തരുടെയും പ്രത്യേകത. നജില അത് ഇങ്ങനെ എന്റെ ലൈഫിലൂടെ എന്ന് പറഞ്ഞപ്പോ മണിസാർ അതിനെ വളരെ ചുരുക്കി ഒന്നുകൂടി സിമ്പിൾ ആക്കി തന്നു. പീറ്ററിൽ നിന്ന് എങ്ങനെ ജോണിലേക്ക് എത്താം, യൂസ് ഫയർ റിഫ്ലക്ഷൻ മെത്തേഡ്. ഇതാണ് ഓരോരുത്തരുടെയും വ്യത്യാസം. അപ്പൊ നമ്മുടെ ഇത് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് പോലും ഒരുപക്ഷെ ഇത് പഠിക്കാൻ കഴിയും. ഇതെനിക്കൊരു ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ്. യെസ്, ഇത് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ കണ്ട മനുഷ്യർ എന്ത് ഭംഗിയായിട്ട് തന്നെ ചെറിയൊരു കുഞ്ഞു തന്നെ, ഇതൊരു വിജയമാണ്. ഇന്നത്തെ ദിവസം ഒരു വിജയമാണ്. ഇതിനെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാന്നുള്ളത്. താങ്ക് യു സോ മച്ച്. ഇത് എനിക്കും കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. റോഡിയിരിക്കുമ്പോൾ, അതായത് എല്ലാം കൂടി പഠിക്കുമ്പോൾ എനിക്ക് പറയായിരുന്നു, പീറ്ററിൽ നിന്ന് ജോണിലേക്ക് എത്താൻ ഈ ഫയർ റിഫ്ലക്ഷൻ മെത്തേഡ് ഉപയോഗിക്കാം. അത് എളുപ്പം മറ്റുള്ളവർക്ക് മനസ്സിലാവും. ദിസ് ഇസ് എ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഫോർ മീ. ഇത് എനിക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യം. എന്റെ ഗ്രോത്തിന് ഇതെന്നെ ഒരുപാട് സഹായിക്കും. താങ്ക് യു സോ മച്ച് മനസ്സിലായി. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച് മൻസർ. ദെൻ വേറെ ആരെങ്കിലും ഇനി സംസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ ഒരു കാര്യം പറയാം. ഓക്കെ ഓക്കെ. ആരും പറയാൻ വന്നല്ലോ, ഉണ്ടോ? അൺമ്യൂട്ട്. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. മാം പറഞ്ഞ പോലെ
നമ്മളിപ്പോ ഇതിപ്പോ പ്രത്യേകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് വയസ്സായുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ ചില ആളുകൾ ശരിക്കും നമ്മളൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മോളെ ഒന്ന് നീക്കിയെന്ന് പറയും. നീക്കിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അത് പറയില്ല. ആ അമ്മമാരുടെ മുഖം തന്നെ കണ്ടാൽ നമുക്ക് അറിയാം അവർക്ക് പറയണമെന്നുണ്ടാവും, പക്ഷെ അവർ പറയില്ല. അവർ ആ കമ്പി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും ബസ്സിലൊക്കെ കയറുന്ന സമയത്ത്. അപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ എണീക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല ടയേർഡായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ആ അമ്മ അവിടെ ഇരിക്കുമ്പോൾ അപ്പൊ പറയും, ഓ നന്നായിരിക്കട്ടെ മോളെ എന്ന് പറയും. ചില സമയത്ത് അങ്ങനെ പറയും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് ദയനീയമായിട്ടൊരു നോട്ടായിരിക്കും. പക്ഷെ ആ ഒരു നോട്ടത്തിൽ നമ്മുടെ ഉള്ളില് തട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. എനിക്കത് പെട്ടെന്ന് മാം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു ഫീല് തോന്നി. ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഇപ്പൊ പ്രീത പറഞ്ഞ ഒരു കാര്യം ഞാൻ ആഡ് ഓൺ ചെയ്യാം. ഇപ്പൊ പ്രീത പറഞ്ഞു, ഓ, അപ്പൊ അവരെ കാണുമ്പോൾ നമുക്ക് അവരെ നമ്മളെ അവർക്ക് വയ്യാഞ്ഞിട്ടല്ലേ, അവർക്കെങ്കിലും ആ സമയത്ത് നമ്മൾ ചിന്ത പോകുന്ന അങ്ങനെ. പക്ഷെ യൂണിവേഴ്സ് പറയുന്ന മറ്റൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു, ഒരു ഹെൽത്തുമായിട്ട് സംബന്ധിച്ച കാര്യം. ഇപ്പൊ പ്രീത പറഞ്ഞ ചിലപ്പോൾ ഒരുപാട് നമുക്ക് ക്ഷീണിച്ചിട്ടായിട്ട് നമ്മളെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് എണീറ്റ് കൊടുക്കുന്ന ആഗ്രഹം ഉടനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു തോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് പറയുന്നത്. അതായത് ഐ ആം സ്ട്രോങ്, ഐ ആം ഹെൽത്തി. അപ്പൊ ചിലപ്പോൾ ക്ഷീണിച്ചിട്ടായിട്ട് ഇരിക്കുകയാണ്, പക്ഷെ ഉടനെ പറയേണ്ടത് എഴുന്നേറ്റ് കൊടുക്കുമ്പോ അപ്പൊ നമ്മൾ വിചാരിക്കും അവർക്ക് വയ്യാഞ്ഞിട്ടല്ലേ. ഈ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് പോകുന്ന ബ്രെയിനിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് വയ്യ അല്ലെ, നമ്മുടെ വേർഡ് സൂക്ഷിക്കണം എന്നാ പറയുന്നത്. ആ വയ്യാതെ നമുക്കാണെന്ന് വിചാരിക്കും, നമ്മളല്ലേ സംസാരിക്കുന്നത്. ആ വ്യക്തിയൊന്നും ബ്രെയിൻ തിരിച്ചറിയുന്നില്ല. വ്യക്തി നമ്മൾ പഠിക്കുന്ന വാക്കുകളാണ് ബ്രെയിൻ സ്വീകരിക്കുന്നതല്ലേ പറയുന്നത്. ദാറ്റ് ഇസ് എ പവർ ഓഫ് വേർഡ്സ്. അപ്പോൾ തന്നെ നമ്മൾ അങ്ങനെ എണീക്കുന്ന സമയത്ത് ഷിഫ്റ്റ് ചെയ്യേണ്ടത് ഐ ആം സ്ട്രോങ്, ഐ ആം ഹെൽത്തി, സോ ഐ വിൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോണ്ടല്ലോ നമ്മുടെ ബ്രെയിൻ ആ വയ്യായ പോലും മാറ്റുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കാരണം ഇത് അറിഞ്ഞതിന് ശേഷം പലപ്പോഴും അങ്ങനെ എണീക്കേണ്ട അവസ്ഥ വന്നാൽ ചിന്തിക്കുന്നത് ഇങ്ങനെയാവുമ്പോൾ നമ്മൾ സ്ട്രോങ് ആവും, നമ്മുടെ ബ്രെയിൻ നമ്മളെ സ്ട്രോങ് ആക്കും എന്ന് പറയുന്നു. അപ്പൊ ഇനി മുതൽ അങ്ങനെ എഴുന്നേറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് വയ്യാഞ്ഞിട്ട് എന്നുള്ള ചിന്തയിലേക്ക് അപ്പുറം ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ ഹെൽത്തിയാണ്, അവരിരുന്നോട്ടെ, അവർക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവരിരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പൊ എന്താന്ന് പറയുക, നമ്മൾ സ്ട്രോങ് ആവും, നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുന്ന പറയുന്നത്. അതൊന്ന് യൂസ് ചെയ്തോളൂ കേട്ടോ, കാരണം അത് പഠിച്ചൊരു കാര്യം കൂടി ഇപ്പൊ പറഞ്ഞപ്പോ കൂട്ടിച്ചേർക്കുന്നു മാത്രം. താങ്ക് യു പ്രീത, അതും കൂടി കൂട്ടിച്ചേർക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച്. ഓക്കെ. കണ്ടോ, താങ്ക് യു. ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനാ പറ്റുന്നത്. കണ്ടോ, നമുക്ക് പുതിയ കാര്യങ്ങൾ അപ്പൊ കൂട്ടിച്ചേർത്ത് കിട്ടും. ശരിയാണ്. എനിവേ താങ്ക് യു പ്രീത മാം, താങ്ക് യു സോ മച്ച്. സിന്ധു മാം എന്തോ പറയാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാനൊന്ന് ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. കാരണം ഒരു 2002 എൻ്റെ അമ്മയ്ക്കൊരു ക്യാൻസർ രോഗം ഉണ്ടായിരുന്നു. യൂട്രസിന്റെ പുറമേട്ടൊരു ഇത് വന്നത്. അപ്പൊ അമ്മയ്ക്ക് റേഡിയേഷനൊക്കെ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എടുക്കുന്ന സമയത്ത് ഞാനാണ് എൻ്റെ അമ്മയുടെ അടുത്ത് നിന്നിരുന്നൊക്കെ. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഒന്നരാട് അച്ഛൻ വരും. അവിടെ നിൽക്കാൻ പറ്റില്ല, അച്ഛന് വർക്കുള്ളതുകൊണ്ട് അച്ഛൻ ഒന്നരാടൊക്കെ വരുള്ളൂ. അപ്പൊ ആ വരുന്ന സമയത്ത് അവിടെ അമ്മ കിടക്കുന്ന ബെഡിന്റെ അതേ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബെഡിൽ ഒരു അമ്മയും മോളും ഉണ്ടായിരുന്നു. കാസർകോട്ടുകാരിയാണ്. പക്ഷെ അവര് ഒരു പുവർ ഫാമിലിയാണ് കേട്ടാ. അപ്പൊ പാവം തോന്നും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ റേഡിയേഷൻ കഴിഞ്ഞ കേൾക്കണില്ലേ? റേഡിയേഷൻ കഴിഞ്ഞ ഡോക്ടർ പറയും കഴിഞ്ഞ വഴിക്ക് അവർക്ക് ജ്യൂസ് കൊടുക്കാൻ പറയും. റേഡിയേഷൻ ചെയ്ത വ്യക്തികൾക്ക് ജ്യൂസ് കൊടുക്കാൻ പറയും. പിന്നെ ഞങ്ങളോട് പറയും കാല് വെക്കുന്ന കാലിന്റെ ഭാഗത്ത് ഇരിക്കാൻ പാടില്ല പറയും. റേഡിയേഷൻ കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഇതൊക്കെ ആ ഭാഗത്ത് കൂടി എത്ര പുറത്ത് പോവും, അപ്പൊ നമ്മൾ അവിടെ ഇരിക്കരുത് എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മുടെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ടാണ്. അപ്പൊ ജ്യൂസ് കൊണ്ടുവരുമ്പോ അമ്മയ്ക്ക് കൊടുക്കുമ്പോ ഈ അമ്മയും മോളും ഇങ്ങനെ നോക്കും കൊടുക്കുന്ന സമയത്ത്. അപ്പൊ അച്ഛൻ വാങ്ങി കൊണ്ടുവന്ന് തരുന്ന സമയത്ത് അവര് ഞങ്ങളെങ്ങനെ നോക്കൂട്ടാ. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും, പോയിട്ട് പിന്നെ അച്ഛൻ അവർക്കും കൂടി വാങ്ങിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മയ്ക്ക് വാങ്ങുന്ന അതേപോലെ അവർക്കും വാങ്ങിക്കാൻ തുടങ്ങി. അത് അവർക്ക് എന്താ പറയാ, ഇപ്പോഴും ഞാൻ ആലോചിക്കും മാഡം, അച്ഛൻ്റെ അതേ സ്വഭാവമുള്ളൊരു മോളാ ഞാൻ. എൻ്റെ അമ്മ എപ്പോഴും പറയും അച്ഛൻ അങ്ങനെ എടുത്തച്ഛന് മോളാ പറയും. കാരണം മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയണത്, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കയറി വരുമ്പം ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ ആ പാത്രം ബാക്കിലേക്ക് വെക്കില്ലേ, കാണണ്ടാന്ന് വിചാരിച്ചാൽ കൊടുക്കണ്ടെന്നുള്ള മനോഭാവം എന്താന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മളെ പാത്രത്തിന് കൈയിട്ട് വാരി തിന്നാൻ വരെയും അവരെ നമ്മൾ അനുവദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നമ്മളെ രക്ഷിതാക്കളിൽ നിന്ന് കണ്ടുപഠിക്കുന്നതും കേട്ടുപഠിക്കുന്നതുമായിട്ട് കുറെ കാര്യങ്ങളുണ്ട്.
എന്റെ അച്ഛൻ അങ്ങനത്തെ ഒരാളായിരുന്നു. ഒരു ഓണം വിഷുവൊക്കെ ആയാല് കുറെ കൈനോട്ടക്കാരൊക്കെ വരുമ്പോ ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോ അച്ഛ അന്ന് ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറയേ എല്ലാരും വന്നിരുന്നോളൂ, എല്ലാരും കൈ നോക്കിക്കോളെന്ന് പറയും. എന്തിനാ? അവർക്കൊരു 10 റുപ്യ കിട്ടിക്കാത്ത മോളെ പറയും എന്നോട്. അപ്പൊ ഞങ്ങളിങ്ങനെ പറയുമ്പോ എന്തിനാ ഇപ്പൊ കൈ നോക്കണ അച്ഛന്നൊക്കെ ചോദിക്കും. പറയും ഒന്നും ഉണ്ടായിട്ടല്ല, അത് അവർക്കൊരു 10 രൂപ കിട്ടട്ടെ, അവരിത് വിചാരിച്ചിട്ടല്ലേ വരുന്നത്, അവരെ വരുമാനല്ലേ അത് എന്ന് പറഞ്ഞിട്ട് കയ്യോ എല്ലാരും കൈ നോക്കിക്കും, കുഞ്ഞു കുട്ടികളടക്കം നോക്കിക്കും. എന്തിനാ പൈസ അവർക്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനത്തെ ഒരു അച്ഛനായിരുന്നു. പക്ഷെ ഒരുപാട് കാലം ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അച്ഛനും ക്യാൻസർ ആയിരുന്നു, പെട്ടെന്ന് മരിക്കുകയും ചെയ്തു. അപ്പൊ അത് ഞാൻ മാം ഇപ്പൊ ഷെയർ ചെയ്തെന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അതൊക്കെ എന്റെ മൈൻഡിലേക്ക് വന്നതുകൊണ്ട് പറഞ്ഞതാട്ടാ. ഓക്കെ, താങ്ക് യു മാം. സിന്ധു മാം അത് പറഞ്ഞപ്പോ അത് കൂട്ടിച്ചേർക്കാൻ ഒരുപാട് പോയിന്റ് ഉണ്ട്. അപ്പൊ അച്ഛനിൽ നിന്നുള്ള ആ ശീലം എനിക്കും വന്നിട്ടുണ്ട്. അതാണ് ബ്ലെസ്സിങ്. ഒരു പക്ഷെ അതിന് മാത്രമായിരിക്കാം അച്ഛൻ അത്രയും കാലം നിന്നത് പോലും. ഇപ്പൊ സിന്ധു മാം പറഞ്ഞ അവസാനം പറഞ്ഞു എനിക്ക് ഒരുപാട് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കൂട്ടിച്ചേർത്തത് ഇത് മാത്രം. അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ അത്രയേ സമയമുള്ളൂ. പക്ഷെ ആ സമയം കൊണ്ട് എനിക്ക് കിട്ടിയെന്ന് എല്ലാവരും പറയും, അമ്മ പറയും അച്ഛന്റെ ആ ഗുണം എനിക്ക് കിട്ടി. ആ ഗുണം കിട്ടി അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അദ്ദേഹം അതിന് മാത്രമായിരിക്കാം ചിലപ്പോൾ ഭൂമിയിൽ അവതരിച്ചത് പോലും. അപ്പോ അദ്ദേഹം എത്ര കാലം ഉണ്ടായി എന്നുള്ളതല്ല, അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് കിട്ടിയ ഒരു ക്വാളിറ്റി ഞാൻ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് എന്റെ മെച്ചം. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഗുണങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ അത് എനിക്ക് വേണ്ടിയിട്ടുള്ളത് ഉപയോഗപ്പെടുത്തിയിരുന്നത് അതെന്റെ ഗുണമാണ്. നമുക്ക് ഒരു നഷ്ടവും ഈ ലോകത്തില്ല എന്നാ പറയുന്നത്. കാരണം ഈ നിമിഷങ്ങളിൽ ജീവിക്കുക, നമുക്ക് കിട്ടിയ കാര്യങ്ങളെ കുറിച്ച് ബ്ലെസ്സിങ്ങിനെ കുറിച്ച് മാത്രം മുന്നോട്ട് പോകും. അപ്പൊ അദ്ദേഹത്തിന് ഇത്ര കാലം ഒരുപാട് തന്നെ കിട്ടിയില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എനിക്ക് കിട്ടി, ഞാൻ ഇപ്പോഴും അത് ബിൽഡപ്പ് ചെയ്ത് പോകുന്നു. അതാണ് എന്റെ ബ്ലെസ്സിങ്. അപ്പൊ ഒരിക്കലും നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ നേടിയതിനെ കുറിച്ച് മാത്രം ചിന്തിക്കും. ഓക്കെ, അത് കറക്റ്റ് ചെയ്തത് മാത്രം. ഓക്കെ, താങ്ക് യു സിന്ധു മാം, നല്ലൊരു ഷെയറിങ് ആയിരുന്നു. എനിവേ പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. എല്ലാ സെക്ഷൻസിനെയും പോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആയിരുന്നു. അപ്പോൾ ടീം മെമ്പേഴ്സ്, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ടൈം നമുക്ക് ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ടു ഓൾ. അപ്പോൾ ജസ്റ്റ് താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു ഓൾ. മാം താങ്ക് യു. താങ്ക് യു മാം.